ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അരഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി ബിസിയാണ്. നമുക്ക് ഒരുപാട് വർക്ക്സ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വൈകിയത് കേട്ടോ. ഈ സീരീസിൻ്റെ ബാക്കി എപ്പിസോഡ് കാണാൻ വേണ്ടി ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഒത്തിരി തിരക്കുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഡെയിലി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ക്ലാസ്സുകളും വർക്കും ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന സമയത്ത് മാക്സിമം ഞാൻ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എപ്പിസോഡ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഉറങ്ങി എഴുന്നേൽക്കുന്ന മേജനെയാണ്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ ആദേശിനെയാണ് തിരയുന്നത്. അവിടെ എവിടെയും അവനെ കാണാത്തോണ്ട് തന്നെ അവൾ ആകെ ടെൻഷൻ അടിക്കും. ഇനി അവനെങ്ങാനും അവരുടെ കൈ പെട്ടോ, അവരെ പിടിക്കാൻ വേണ്ടി ഇവൻ ഒറ്റയ്ക്ക് പോയെന്നല്ല ആലോചിച്ച് അവൾ ആകെ ഷോക്കായി നിൽക്കുമായിരിക്കും. ആദേശിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ആദേശും ജമാലും കൂടി അവൾ വിചാരിച്ചതുപോലെ തന്നെ നേരത്തെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരാളെ പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതായത് മേജനെ കിഡ്നാപ്പ് ചെയ്ത ഒരാളെ പേര് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അയാളെ അന്വേഷിച്ച് അയാളുടെ ഏരിയയിലേക്ക് പോയിരിക്കുകയാണ് ജമാലും ആദേശും. ജമാലിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെല്ലാം ആദേശിനോട് പറയും. സത്യം പറഞ്ഞാൽ മേജനെ കിഡ്നാപ്പ് ചെയ്ത ആളുടെ പാരൻസ് ഹൈദിന്റെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിനായിരിക്കാം ചിലപ്പോൾ ഇപ്പം അയാൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ജമാൽ ഒരു പോസിബിലിറ്റി പറയും. പക്ഷേ ആദേശിന് അത്രയും വിശ്വാസമാവില്ല. കാരണം അയാൾക്ക് എന്തെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ അത് ഹൈദറിനോടല്ലേ ചെയ്യേണ്ടത്. ഒന്നും അറിയാത്ത മേജനോട് വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? ഇവർ രണ്ടുപേരും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രണ്ട് തലകറിച്ചവന്മാർ വരുന്നത്. അവർ വന്നിട്ട് വെറുതെ ഇവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. പൈസ തരണം, അങ്ങനെ വേണം, ഈ ബോർഡറിലേക്ക് വരുമ്പോൾ ഇത്ര പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അവർ ചുമ്മാ ഓരോ റോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ആദേശും ജമാലും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവർ ചുമ്മാ അവരുടെ കയ്യിൽ നിന്ന് ഏറെന്ന് വാങ്ങിയെന്ന് പറയാലോ. രണ്ടുപേരും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അയാൾ കയ്യിലിരിക്കുന്ന കത്തി വെച്ച് ആദേശിൻ്റെ കൈ ഒന്ന് മുറിക്കുന്നുണ്ട്. അയാളുടെ തന്നെ ആദേശ് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അതിനുശേഷം ഈ കിഡ്നാപ്പറിനെ കുറിച്ച് ചോദിക്കും. ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് അറിയാൻ ചോദിക്കുമ്പോൾ അയാൾ ആദ്യം കള്ളം പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആദേശിന് നല്ല കിട്ടുമ്പോൾ അയാൾ സത്യം പറയും. അവനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞ് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അയാൾ ആദേശിനോട് പറഞ്ഞെടുക്കും. അതുപ്രകാരം ആദേശും ജമാലും അയാളെ തെരഞ്ഞു പോവുമായിരിക്കും. അപ്പോഴാണ് വേറൊരു കാര്യം നടക്കുന്നത്. ഈ ആസ്ലി ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതിന് മുസൈനാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്ലി വെറുതെ ഈ കാര്യത്തിലൊന്നും കൊടുക്കട്ടെന്ന് വിചാരിച്ച് മുസൈൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തത്. ഈ കിഡ്നാപ്പ് ചെയ്ത ആൾ നല്ലൊരു തുക നമ്മുടെ ആസ്ലിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കത് ഒറ്റ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മുസൈനാണ് ഇപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇയാൾക്കാണെങ്കിൽ പണത്തിന് ഒടുക്കത്തെ ആർത്തിയായിരിക്കും. മുസൈൻ അയാൾക്ക് പൈസ കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് മുസൈൻ്റെ അസിസ്റ്റന്റ് ഒരു കോൾ വരുന്നത്. അത് ആദേശിനെ കുറിച്ചായിരിക്കും. അവർ രണ്ടുപേരും ഇവിടേക്ക് എത്താനായിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മുസൈൻ അയാളോട് ചോദിക്കും, നീ എന്താ ഈ കാര്യങ്ങളെല്ലാം ആദേശിനെ വിളിച്ച് പറഞ്ഞോ? എനിക്ക് നിങ്ങൾ ഇവിടേക്ക് പൈസ കൊണ്ടുവരുന്ന അത്ര ഉറപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അയാൾ മുസൈനോട് പറയും. അതോടുകൂടി അയാളുടെ കഥ അവിടെ മുസൈൻ തീർക്കുകയാണ്. മുസൈൻ്റെ അസിസ്റ്റന്റ് അയാൾ അവിടെ വെച്ച് കൊല്ലും. അതിനുശേഷം അവർ രണ്ടുപേരും അവിടുന്ന് മുങ്ങും. അപ്പോഴാണ് കറക്റ്റ് സമയത്തിന് അവിടേക്ക് ആദേശും ജമാൽ വരുന്നത്. ആദേശ് ഓടി വന്ന് അയാളുടെ പൾസ് നോക്കുമ്പോൾ അയാളുടെ പൾസ് നിന്നിട്ടുണ്ടാവും. പക്ഷേ അയാളുടെ ദേഹത്ത് ഇപ്പോഴും ഒരു ചൂടുണ്ടാവും. അതായത് അയാൾ എപ്പോഴാണ് മരിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. പക്ഷേ അയാളുടെ കയ്യിൽ ഗണ്ണിരിക്കുന്നതുകൊണ്ട് തന്നെ അയാൾ സ്വയം വെടിവെച്ച് കൊന്നാണെന്ന് അവർ രണ്ടുപേരും തെറ്റിദ്ധരിക്കും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ അവളുടെ റൂമിൽ സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വെറുതെ സമാധാനം കളയാനായിട്ട് ആസ്ലി വരുന്നത്. അവൾ അവിടെ വന്ന് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന മേജന്റെ മേക്കപ്പിന്റെ സാധനങ്ങളും അവളുടെ ഡ്രസ്സും എല്ലാം വലിച്ചു താഴേക്കിടാണ്. നീ ഇനി എത്ര കാലം ഇങ്ങനെ ഒരുങ്ങി കെട്ടി ആദേശിനെ വലയിലാക്കി നടക്കുന്നു ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞ് ആസ്ലി ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മേജനാണെങ്കിൽ ഇതെല്ലാം കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. പൊന്നുമോളെ, നിന്റെ തലയ്ക്ക് എന്തോ വട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവേണ്ട സമയം എപ്പോഴും കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് റൂമിൽ നിന്ന് പോകാനാണ് പറഞ്ഞത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലി അവിടെ നിന്നും നെറികെട്ട് പോകും. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയാണ്. ഹൈദറിനെ നസീർ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് മേജനെ കിഡ്നാപ്പ് ചെയ്ത ഒരാളെ മരിച്ച നിലയിൽ കണ്ടിട്ടുണ്ട്. അതാദ്യം കണ്ട ആൾ ആദേശാണെന്നും പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് നല്ല ദേഷ്യം വരും. എല്ലാ കാര്യവും ഫസ്റ്റ് അവൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് ഹൈദർ അവരോട് ചോദിക്കുമ്പോൾ ആദേശ് പറയും, നിങ്ങൾ കൂടുതൽ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നിങ്ങളുടെ ഡേർട്ടി ബിസിനസ് കാരണം തന്നെയാണ്. നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദറിന് നല്ല ദേഷ്യം വരും. ഞാൻ എൻ്റെ മകളെ എന്ത് ചെയ്തെന്ന് നീ പറയുന്നത്? ഞാൻ അവളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. അങ്ങനെ അവർ തമ്മിലൊരു ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് മേജൻ വരുന്നത്. എന്ത് പറ്റി? എന്താ പ്രശ്നം? ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദറും നിർമ്മീനും വേഗം അവിടുന്ന് പോകും. അതിനുശേഷം ആദേശിൻ്റെ കയ്യിൽ മുറിവെല്ലാം കാണുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. ആദേശ്, എന്താ ഇത്? ഞാൻ പറഞ്ഞതല്ലേ നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനൊന്നും പോകണ്ടെന്ന്. അവരെല്ലാം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ
ആൾക്കാരാ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. എന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ കൊല്ലാൻ ശ്രമിക്കും. നീ എന്തിനാ വെറുതെ അവരുടെ അടുത്തേക്ക് പോയത്? നിന്നെ അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? മേജൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ ഒരു കുഴപ്പമില്ലാതല്ല നിൽക്കുന്നത്. പിന്നെ അവർ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ ചുമ്മാ കൈ കെട്ടി നോക്കി നിൽക്കണമെന്നാണ് നീ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയല്ലേ പറ്റൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ പറയും, നീ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ നീ നിന്റെ കണ്ടീഷൻ കൂടി നോക്കണ്ടേ? ഇപ്പോൾ നിന്റെ കയ്യിൽ ഈ മുറിവ് കണ്ടില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. പക്ഷേ ആദേശ് അതിനൊരു കാര്യമാക്കുന്നില്ല. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു ചെറിയ മുറിവാണ്. പക്ഷേ മേജൻ അങ്ങനെ വിടില്ല. ഇല്ല ആദേശ്, നീ ഇപ്പം എൻ്റെ കൂടെ വാ, ഞാൻ ഈ മുറിവ് നിനക്ക് ഡ്രസ്സ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ആദേശിനെ കൊണ്ട് മേജൻ മേലേക്ക് പോകും. അങ്ങനെ മേജൻ ആദേശിൻ്റെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആദേശ്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ നീ നിന്റെ കാര്യം നോക്കാതെ ഇങ്ങനെ നടക്കരുതെന്ന്? ഇപ്പം തന്നെ കണ്ടില്ലേ നിന്റെ കയ്യിൽ എത്ര വലിയ മുറിവ് സംഭവിച്ചിരിക്കുന്നത്? എന്തിനാ വെറുതെ ഫൈറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്? ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശം പറയും, ഇതിൻ്റെ ആദ്യത്തെ മുറിവൊന്നുമല്ലല്ലോ, ഇതുപോലെ എനിക്ക് ഒരുപാട് മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ ചെറുതല്ല എന്ന് ആദേശ് അത് നിസ്സാരാക്കി കളയും. പക്ഷേ മേജൻ അത് അങ്ങനെ വിടില്ല. ഇല്ല ആദേശ്, ഇതെല്ലാം നീ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അവരെല്ലാവരും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളവരാ. അവരെന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളെ സമാധാനിപ്പിക്കും. മേജൻ, നീ പേടിക്കണ്ട, എനിക്ക് നീ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനി മുതൽ എൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. നീ എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് ആദേശ് അവളെ സമാധാനിപ്പിക്കും. അതിനുശേഷം ആദേശ് അവളെ കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകാൻ നോക്കും. ആദേശ്, നീ എന്നെ എവിടേക്കാണ് കൊണ്ടുവന്നേ? ഒന്നുമില്ല മേജൻ, ഇതൊരു സർപ്രൈസാ, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആദേശ് മേജൻ്റെ കൈ പിടിച്ച് അവിടെ ഒന്നും പോവും. അവർ നേരെ പോകുന്നത് ദുർമുസ് അങ്ങളുടെ വീട്ടിലേക്കാണ്. അവരുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ദുർമുസ് അങ്കിളും ഗുല്ലു ആൻറ്റിയുടെയും വീടും. അതുകൊണ്ട് തന്നെ ആദേശ് അവളെ അവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, അവളുടെ മൈൻഡ് ഒന്ന് റിലീഫ് ആവാൻ വേണ്ടി. അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മേജൻ ഒത്തിരി ഹാപ്പി ആവും. അവരെല്ലാവരും കൂടി അവിടെ സന്തോഷമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ല, നിങ്ങൾ വന്നിട്ട് കുറേ നേരമായല്ലോ, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്കിൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പം ആദേശ് മേജൻ അവരെ തടയും. വേണ്ട, നിങ്ങളെന്തായാലും വയ്യാണ്ടിരിക്കല്ലേ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാം. ഈ വീട്ടിലൊരു മക്കളെ പോലെയാണ് ഞങ്ങളെന്ന് നിങ്ങൾ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നിവിടെ കുക്ക് ചെയ്യാമെന്ന് ആദേശ് മേജനും പറയും. അത് കേൾക്കുമ്പോൾ അവരതിന് സമ്മതിക്കും. അങ്ങനെ ആദേശ് മേജൻ കിച്ചണിലേക്ക് വരുമ്പോൾ അവിടുത്തെ പാത്രങ്ങളും ആകെ അലങ്കോലായിരിക്കും. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് മേജൻ ആ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാതിരിക്കുകയായിരിക്കും. ആദേശാണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന പ്ലേറ്റുകളെല്ലാം അവൻ അവൾക്ക് കൊണ്ടു നടക്കും. അതിൻ്റെ ഇടയിൽ നേരത്തെ ബാത്റൂമിൽ വെച്ച് ഷേവിംഗ് ക്രീം ഫൈറ്റ് നടന്ന പോലെ തന്നെ ഇവിടെ ലിക്വിഡ് സോപ്പ് ഫൈറ്റ് നടക്കുകയാണ്. നമ്മുടെ മേജനെ കുക്ക് ചെയ്യാനൊന്നും വല്ലാതെ അറിയാത്തതുകൊണ്ട് തന്നെ ആദേശ് അവളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആദേശിനാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ശീലമുള്ളതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. അങ്ങനെ രണ്ടുപേരും കൂടി ഹെൽപ്പ് ചെയ്ത് ഉണ്ടാക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ നോക്കുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചാലോ എന്ന് അങ്കിളിനോട് ആൻറ്റിയോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി സാധനങ്ങൾ കൊണ്ടുവന്നോന്ന് അങ്കിളും ആൻറ്റിയും പറയും. അത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും സാധനങ്ങൾ മേടിക്കാനായി മാർക്കറ്റിലേക്ക് പോകും. അപ്പോഴാണ് അവിടെ വെച്ചൊരു ബ്ലാക്ക് സ്യൂട്ടിട്ട ആളെ മേജൻ ശ്രദ്ധിക്കുന്നത്. അയാളെ കാണുമ്പോൾ തന്നെ മേജൻ പെട്ടെന്ന് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വന്ന് അവൾ ആകെ പേടിച്ച് ആദേശിനെ പിടിച്ചു നിൽക്കും. അത് കാണുമ്പോൾ ആദേശിനെ അവൾക്ക് പേടിയായെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആദേശ് അവൾ ഒത്തിരി സമാധാനിപ്പിക്കും. അങ്ങനെ അവർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അവിടേക്ക് വരുന്നത്. നിങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളി കപ്പിൾസാണ്, രണ്ടുപേരും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോഗ്രാഫർ അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കും. അതിനുശേഷം അവരവിടെ നിന്ന് മടങ്ങും. അങ്ങനെ അവർ രണ്ടുപേരും മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. തൊട്ടടുത്തായിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാവും. മോനെ, നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എൻ്റെ നമ്പറിലേക്കൊന്ന് വിളിക്കണേ എന്നായിരിക്കും ദുർമുസങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക. അതുപ്രകാരം ആദേശ് അവർക്ക് വിളിച്ചു നോക്കും. അപ്പോഴാണ് അവർ കാര്യം പറയുന്നത്. പെട്ടെന്ന് അവരുടെ ഫ്രണ്ടിന് ഒരു നിശ്ചയമുള്ള കാര്യം അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അവർ വേഗം ധൃതി പിടിച്ച് അവിടേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പേടിച്ച് എവിടേക്കും പോകാനൊന്നും നിൽക്കണ്ട, ഞങ്ങൾ നാളെ തന്നെ വീട്ടിലേക്ക് വരും, അതുവരെ നിങ്ങൾ വീടൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് അങ്കിൾ ആ കോള് കട്ട് ചെയ്യും. പക്ഷേ ഇത് കാണുമ്പോൾ ആദേശിനും മേജനാകും ടെൻഷനാവും. അല്ല, നമ്മളിവിടെ അവരില്ലാത്തപ്പോൾ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അത് ശരിയല്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമുക്കിവിടുന്ന് പോകാനും കഴിയില്ല, കാരണം അങ്കിൾ നമ്മളെ ഈ വീട് ഏൽപ്പിച്ചതല്ലേ. ഇനിയിപ്പോൾ നമ്മളങ്ങനെ പോകുന്ന ആലോചിച്ച് അവരാകെ എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കാം, കാരണം അവർ നമ്മളെ ഏൽപ്പിച്ച് പോയതല്ലെന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് ആദേശ് അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് നേരത്തെ ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ. അതെല്ലാം കാണുമ്പോൾ മേജൻ അവൻ്റെ അടുത്തേക്ക് നിന്ന് ആ ഫോട്ടോസ് എല്ലാം നോക്കും. ഈ ഫോട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇതിൽ എന്നെ കാണാൻ എന്തോ പോലെ ഉണ്ടെന്ന് മേജൻ അവനോട് പറയും. അത് കാണുമ്പോൾ ആദേശ് അവരോട് പറയും, ഒരിക്കലുമില്ല മേജൻ, എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ കാണാൻ ഫോട്ടോ നല്ല ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഫോട്ടോസൊക്കെ കൊള്ളാലോ, ഇതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ആദേശ് അവരോട് പറയും. അത് കേൾക്കുമ്പോൾ മേജന് ചിരി വരും. അപ്പോഴാണ് ആദേശിൻ്റെ ഫോണിലേക്ക് മുസൈൻ വിളിക്കുന്നത്. എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദേശ് കാര്യങ്ങളൊക്കെ പറയും. ഇന്നെന്തായാലും വീട്ടിലേക്ക് വരാൻ കഴിയില്ല, ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ വരാമെന്ന് ആദേശ് അവരോട് പറയും. അത് കേൾക്കുമ്പോൾ മുസൈന് മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ പിരിക്കണമെന്ന് മുസൈൻ അവരുടെ മനസ്സിൽ ആലോചിക്കുകയാണ്. അല്ല, നമ്മൾ രണ്ടുപേരുടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നേരെ കിച്ചണിലേക്ക് കയറും.
വരും. മേജനാണെങ്കിൽ അത്ര കുക്കിംഗ് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ സഹായിക്കാമെന്ന് ആദേശ് അവളോട് പറയും. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ഈ അടിപിടിയൊക്കെ പറ്റൂ, കുക്ക് ചെയ്യേണ്ടതൊക്കെ നീയല്ലേ എന്ന് ആദേശ് മേജനോട് ചോദിക്കും. ആഹാ, അങ്ങനെ ഞാൻ തന്നെ കുക്ക് ചെയ്യണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ലേ? നിങ്ങൾ കുക്ക് ചെയ്തോ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓ അതെന്താ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ എപ്പോഴും കുക്ക് ചെയ്യേണ്ടി വരുമെന്ന് മേജൻ ആദേശിനോട് പറയും. സാരമില്ല, ഇപ്പോൾ തൽക്കാലം നീ കുക്ക് ചെയ്തോ, നിൻ്റെ ഫുഡ് എങ്ങനെയാണെന്ന് ഞാനൊന്നും അറിയണമല്ലോ. എന്തായാലും നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടായിക്കോ, നിന്നെ ആരും ഇവിടെ കളിയാക്കാൻ പോകുന്നില്ലെന്ന് ആദേശ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ മേജന് പറയും, ഓക്കെ ഞാൻ കുക്ക് ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോളാം. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഒരു കാരണവശാലും എന്നെ കളിയാക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഈ കാര്യം ഞാൻ നിനക്ക് കംപ്ലീറ്റ്ലി വിട്ടുതന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ കളിയാക്കാതിരുന്ന പോരെ? ഓക്കെ, കളിയാക്കുന്നില്ല, നീ കുക്ക് ചെയ്തു വന്ന് ആദേശ് അവളോട് പറയും. ഞാൻ ഇവിടെ ഹെൽപ്പിനായിട്ട് നിന്റെ കൂടെ തന്നെയുണ്ട്. ഓക്കെ ഓക്കെ ശരി, പക്ഷേ ഈ സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരുമോ? ആദ്യം നീ പോയി സവാള അരിയെന്ന് ആദേശ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ ഒരു വലിയ ഉള്ളി എടുത്ത് അവിടെ നിന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവളാണെങ്കിൽ അതിൻ്റെ 2 ഭാഗവും വെറുതെ ചുമ്മാ കളയുന്നുണ്ടാവും. അല്ല മേജൻ, നീ എന്തേ കാണിക്കുന്നത്? നീ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ആദേശ് അവളോട് ചോദിക്കും. അവൾക്ക് സവാള എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ആദേശ് അവളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പേരൊക്കെ എഴുതി കൊടുക്കില്ലേ, അവരുടെ കയ്യിൽ പെണ്ണ് പിടിച്ച് നമ്മുടെ കൈ അതിന് മുകളിൽ വെച്ച് നമ്മൾ പേരൊക്കെ എഴുതി പഠിപ്പിക്കില്ലേ, അതേപോലെയാണ് ആദേശ് ഇവിടെ ചെയ്യുന്നത്. മേജൻ്റെ കയ്യിൽ കത്തി കൊടുത്ത് അതിൻ്റെ മേലെ ആദേശ് പിടിച്ച് അവളുടെ അടുത്ത് നിന്നിട്ടാണ് അവനത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനിടയിൽ തന്നെ ആദേശ് മേജൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ആദേശ് അവിടെ നിന്ന് മാറി നിൽക്കും. ഇനി എത്രയും പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ആവലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കുക്ക് ചെയ്യാൻ തുടങ്ങായിരിക്കും. അങ്ങനെ നമ്മുടെ മേജൻ ഒറ്റയ്ക്ക് ഒരു വിധത്തിൽ സൂപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദേശാണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നുമല്ല, നമ്മുടെ മേജൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മേജൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അല്ല, ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ മറന്നുപോയല്ലോ. എന്തായാലും ഞാൻ നമ്മുടെ ബിന്നാസ് ആൻറ്റിക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വേഗം അവളുടെ ഫോൺ എടുത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ബിന്നാസ് ആൻറ്റിക്ക് വിളിച്ചു നോക്കും. അവരെ വിളിച്ച് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മേജൻ അത് പ്രകാരം ചെയ്തു നോക്കും. അപ്പോഴാണ് അവളുടെ കൈ പെട്ടെന്ന് പൊള്ളുന്നത്. അത് കാണുമ്പോൾ ആദേശ് ആകെ ടെൻഷനായി പെട്ടെന്ന് അവളുടെ കയ്യിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൽ അവളുടെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഈ 2 എപ്പിസോഡിൽ നന്നായിട്ട് അടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗുല്ലു ആൻറ്റിയുടെയും നമ്മുടെ ദുർമുസങ്ങളുടെയും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മൊമെൻറ്റ് നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ അവർ രണ്ടുപേരും ഇല്ലതാനും. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ലോകത്തായിട്ട് അവർ നല്ല അടിച്ചു പൊളിച്ച് അവിടെ കുക്ക് ചെയ്യാണ്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ആദേശിന് മേജൻ ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കും. ആദേശിനാണെങ്കിൽ മേജൻ ഉണ്ടാക്കിയ ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ആദേശ് അവളെ കോംപ്ലിമെൻ്റ് ചെയ്യും. അതിനുശേഷം ആദേശ് അവൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മേജൻ അവിടേക്ക് ചായ കൊണ്ടുവരുന്നത്. ചായയൊക്കെ കുടിച്ച് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സംസാരിച്ച് ആദേശ് മേജനോട് ചോദിക്കും, അല്ല നിനക്ക് ഉറക്കം വരുന്നില്ലേ? നീ എന്തായാലും പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ ഈ സോഫയിൽ കിടന്നുറങ്ങിക്കോളാം. വേണ്ട ആദേശ്, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം, നീ ആ ബെഡ്റൂമിൽ കിടന്നോന്ന് മേജൻ ആദേശിനോട് പറയും. എന്തായാലും എനിക്കിപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ലെന്ന് ആദേശ് മേജനോട് പറയും. എനിക്കതുപോലെ തന്നെ, എനിക്കിപ്പോൾ തന്നെ ഉറങ്ങൊന്നും വേണ്ടെന്ന് മേജൻ ആദേശിനോട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ഒരു സിനിമ കാണാൻ തീരുമാനിക്കും. എനിക്കെന്തായാലും കുറച്ച് റൊമാൻറ്റിക് കോമഡി ആയിട്ടുള്ള മൂവി മതിയെന്ന് മേജൻ പറയും. അങ്ങനെ ആദേശ് കംപ്ലീറ്റ്ലി ആ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ മേജനാൻ കൊടുക്കും. അവൾ അവിടെ ഇരുന്ന് ഓരോ സിനിമകളും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സിനിമ മതി, ഇതിലെ ഹീറോയിൻ നല്ലതാ, നല്ല ഹീറോ ആണ്, ഇതിലെ ഹീറോനെ കാണാൻ ഭയങ്കര ഹാൻസം ആണെന്ന് അവൾ പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആദേശിന് ചെറുതായിട്ടൊന്ന് പ്രോസസ് അടിക്കുന്നുണ്ട്. എങ്കിലും അവർ രണ്ടുപേരും ആ സിനിമ കാണാൻ തീരുമാനിക്കും. അങ്ങനെ ആ സിനിമയെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദേശം മൊത്തം നമ്മുടെ മേജനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അവൾ ചിരിക്കുന്നത് നോക്കി ആദേശം അവളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സിനിമയെല്ലാം കണ്ടു കഴിയുമ്പോൾ മേജൻ പറയും, ഇതെന്തൊരു സിനിമയായത്, ഇവളെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇതെല്ലാം ഇവള് തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മുടെ മേജൻ അതിലെ ഹീറോയിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഇതിൽ അവളുടെ തെറ്റൊന്നുമില്ല, ഇതെല്ലാം അവൻ്റെ തെറ്റ് തന്നെയാണ്, അവനാണ് ഇതെല്ലാം കൊളാക്കിയെന്ന് ആദേശ് ആ ഹീറോനെ കുറ്റപ്പെടുത്തും. അത് കേൾക്കുമ്പോൾ മേജൻ അതിന് സമ്മതിക്കില്ല. അവൻ നല്ല ഹീറോ അല്ലേ, അവനെ കാണാൻ നല്ല ഹാൻഡ്സം ആണ്, നല്ല സ്വഭാവമാണ്, നല്ല അഭിനയമാണ്, എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് മേജൻ ആദേശിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശം നല്ല ദേഷ്യം വരും. എങ്കിൽ നമുക്ക് ഈ സിനിമ കാണണ്ട, എനിക്കെന്തായാലും ഈ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ കയ്യിൽ വേറൊരു അടിപൊളി സിനിമയുണ്ട്, ആ സിനിമയിലെ ഹീറോയിനെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ തന്നെ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മേജന് കുറച്ചൊന്ന് പൊസ്സാവുന്നുണ്ട്. അത്ര ഭംഗിയുള്ള സിനിമ നടി ഇപ്പോൾ ഏതാന്ന് അവളിങ്ങനെ മനസ്സിൽ പറയും. നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മേജനും പറയും. അതിനുശേഷം അവർ രണ്ടുപേരും സിനിമ കാണാൻ തീരുമാനിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേജൻ അവിടെ കിടന്നുറങ്ങിപ്പോവും. പെട്ടെന്ന് ആദേശ് തിരിഞ്ഞു നോക്കുമ്പോൾ മേജന് കിടന്നുറങ്ങുന്ന കാണും. അത് കാണുമ്പോൾ ആദേശ് പെട്ടെന്ന് ആ മൂവി സ്റ്റോപ്പ് ചെയ്ത് മേജനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അവൾ ആ റൂമിലേക്ക് എടുത്തുമ്പോഴായിരിക്കും മേജൻ ആദേശിനെ പിടിവിടാതെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അവനെയും അവൾ അവിടെ തന്നെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മേലെ കൂടെ കൈയിട്ട് കിടന്നുറങ്ങും. അത് കാണുമ്പോൾ ആദേശിന് വേറെ വഴിയില്ലാതെ അവൻ അവിടെ തന്നെ കിടക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും ആ ബെഡിൽ തന്നെ കിടന്നുറങ്ങും. രാവിലെ നമ്മുടെ ആദേശ്
തന്നെയാണ് എന്നത്തെയും പോലെ എഴുന്നേക്കുന്നത്. അവൻ്റെ അടുത്ത് തന്നെ മേജൻ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അവൻ ഒത്തിരി സന്തോഷമാവും. അവൻ അവളുടെ അടുത്തേക്കായിട്ട് തന്നെ കിടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മേജൻ എഴുന്നേക്കുന്നത്. അത് കാണുമ്പോൾ അദേശ് പെട്ടെന്ന് കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ അഭിനയിക്കും. അവൾ കണ്ണുറ നോക്കുമ്പോൾ അവൾ അദേശിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കും. പക്ഷേ എന്നത്തെയും പോലെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. എന്നും ഇങ്ങനെ സംഭവിക്കുമ്പോൾ മേജൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനാണ് പതിവ്. പക്ഷേ ഇത്തവണ അവൾ പോവാതെ അവിടെ തന്നെ വീണ്ടും കിടക്കും. അവനെ തന്നെ കെട്ടിപ്പിടിച്ച് അവൾ അവിടെ തന്നെ കിടക്കും. ഇതെല്ലാം കാണുമ്പോൾ അദേശിന് ഒത്തിരി സന്തോഷമാവും. അങ്ങനെ കുറച്ചു നേരം അവനെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നതിന് ശേഷം അവൾ അവിടെ നിന്നും പോവും. ഇതെല്ലാം ആലോചിച്ച് അദേശിന് ഒത്തിരി സന്തോഷമാവും. അങ്ങനെ നമ്മുടെ മേജനാണെങ്കിൽ അവർക്ക് പോകാനുള്ള സമയമായല്ലോ. അങ്കിളും ആൻറ്റി ഇപ്പോൾ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. അവളുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവളുടെ മുടിയൊക്കെ ചേഞ്ച് ചെയ്യായിരിക്കും. അപ്പോഴാണ് അദേശ് അവിടേക്ക് വരുന്നത്. അവൾ അവളുടെ മുടിയൊക്കെ ഇങ്ങനെ ശരിയാക്കുന്നത് കണ്ട് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ റൂമിലേക്ക് വന്ന് അവളോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ഗുഡ് മോർണിംഗ് അദേശ്. അല്ല, ഞാനെങ്ങനെ ഇന്നലെ ആ റൂമിലെത്തി? ഇന്നലെ ആ സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. നീ ഒത്തിരി ക്ഷീണിച്ചിരിക്കുകയായിരിക്കുമല്ലേ? ആ, ഞാനും ഇന്നലെ ഒത്തിരി ക്ഷീണിച്ചിരുന്നു. പിന്നെ നീ ഇന്നലെ ആ സിനിമ കണ്ട് ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ആ റൂമിലേക്ക് കൊണ്ടേ കിടത്തി. എന്തായാലും നമ്മൾ രണ്ടുപേരും ഭയങ്കര ടയർഡായിരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങിയെന്ന് മേജൻ അദേശിനോട് പറയും. അപ്പോഴാണ് മേജൻ ഒരു മാല ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾക്ക് ആ മാല മര്യാദയ്ക്ക് ഇടാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അദേശ് അവളെ ഹെൽപ്പ് ചെയ്യും. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ആ നെക്ലേസ് അവൾക്ക് ഇട്ടെടുക്കും. മേജനാണെങ്കിൽ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇവനെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് എന്താ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. അതായത് നമ്മൾ ദുർമുസങ്ങളും ഗുല്ലു ആൻറ്റി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവും. അത് കാണുമ്പോൾ മേജൻ അദേശം പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ എല്ലാവരും ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ റൂമിലെത്തി ഒരുപാട് ഹാപ്പി ആയിരിക്കും. കാരണം നല്ലൊരു ജേണി ആയിരുന്നല്ലോ ഇത്. എന്തായാലും എൻ്റെ മൂടൊക്കെ മാറി. ഇതെന്തായാലും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തെന്നൊക്കെ മേജൻ അദേശിനോട് പറയുന്നുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അദേശ് ബാത്റൂമിലേക്ക് പോയായിരിക്കും. അപ്പോഴാണ് മേജൻ അവരുടെ അടുത്തിരുന്ന് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കും. അതായത് ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ അവൾ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാവും. അത് അവൾ ആ ടേബിളിൽ എടുത്ത് വെച്ച് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടെ ഒരു റിങ് ഇരിക്കുന്നത് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ റിങ് നമ്മുടെ മുസൈൻ്റെ ആസിഡിൻ്റെയും പ്ലാനാണ്. ഇതാണ് അവർ നേരത്തെ പ്ലാൻ ചെയ്തതിൻ്റെ കാര്യം. അവരിവിടെ ഇല്ലാത്ത സമയം നോക്കി ആസ്ലിയും മുസൈനും ആ റൂമിൻ്റെ ഉള്ളിൽ കയറി ആ റിങ് മനഃപൂർവ്വം അവിടെ കൊണ്ടുവച്ചതായിരുന്നു. ആ റിങ് സത്യം പറഞ്ഞാൽ നമ്മുടെ നസീറിൻ്റെയും മേജൻ്റെയും കല്യാണത്തിന് നസീർ മേടിച്ച ആ റിങ് ആയിരുന്നു. അതിൽ നമ്മുടെ നസീറിൻ്റെയും മേജൻ്റെയും പേരുണ്ട്. ആ റിങ് കാണുമ്പോൾ തന്നെ മേജൻ അതിൽ പേര് വായിച്ചു നോക്കും. അതിലാണെങ്കിൽ നസീർ മേജൻ എന്നുണ്ടാവും. അത് കാണുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. അല്ല, ഈ റിങ് ഇവിടെ ഇപ്പം എങ്ങനെ വന്നു? ഇതാരെ ഇവിടെ വെച്ചെന്നും പറഞ്ഞ് അവൾ ആകെ ഷോക്കായി നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന് അദേശ് വാതിലും തുറന്നു വരുന്നത്. എന്തു പറ്റി മേജൻ ചോദിക്കുമ്പോൾ അവൾ ആകെ ടെൻഷനായി അവളുടെ കയ്യിൽ നിന്ന് ആ റിങ് താഴേക്ക് ചാടും. അത് കാണുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് നിന്ന് ആ റിങ് എടുത്ത് നോക്കും. അതിലാണെങ്കിൽ നമ്മുടെ നസീറിൻ്റെയും മേജൻ്റെയും പേരുണ്ടാവും. ഇതെല്ലാം കണ്ട് ആദേശ് ആകെ ഷോക്കായി പോവും. മേജൻ, എന്താ ഇത്? ഈ റിങ് എന്താ നിന്റെ കയ്യിലെന്ന് അവൻ അവളോട് ചോദിക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ അതിന് പറയാനൊരു മറുപടി ഉണ്ടാവില്ല. അവളൊന്നും മിണ്ടാതെ ആകെ ഷോക്കായി അവനെ തന്നെ നോക്കി നിൽക്കും. ഇത് കാണിച്ചതോടുകൂടി അറഫ്ത സീരീസിൻ്റെ ഈ 2 എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടവരെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മിസ്റ്റേക്ക് ഉണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.